ഫീമെയിൽ ക്യാരക്ടറിന് നമ്മൾ ഉണ്ടാക്കുന്ന തിരക്കഥയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാരണം ആ ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഉണ്ടാവും. എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ എല്ലാ സിനിമയിലും ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ര നോട്ട് ചെയ്യുന്നത്. അതൊരു പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. വെറുതെ ഇപ്പം നായകനെ പ്രണയിക്കാൻ വേണ്ടിയിട്ടൊരു നായികയൊന്നുമില്ല. അതിനൊരു ക്യാരക്ടർ ഉണ്ടാവും. ആടുപുലിയേട്ടനാണ് രമ്യ കൃഷ്ണൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അച്ചാൻസിൽ വരുമ്പോൾ അമല പോളിൻ്റെ ക്യാരക്ടറും ഭയങ്കര ഡെപ്ത്, വേറെ ഒരു ഇന്നർ വളരെ ഡെപ്തുള്ള ക്യാരക്ടറാണ്. അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്ന കഥകളിൽ മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സും ആവശ്യമുള്ള കഥാപാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു സിനിമയിൽ കുറേ ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മനഃപൂർവ്വം വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. അതങ്ങനെ ഡിസ്കഷനിൽ വന്നു പോകുമ്പോഴത്തേക്ക് ആ കറക്റ്റായിട്ടൊരു സ്ക്രീൻ സ്പേസും ഉണ്ടാവും, അവർക്കുള്ള ഏരിയ ഉണ്ടാവും. ആ ക്യാരക്ടറിനൊരു അതൊരു ടോട്ടൽ കഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏത് ജോണറിൽ ചെയ്ത് കഴിയുമ്പോഴും അത് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് മനഃപൂർവ്വം വരുത്തിയതൊന്നുമല്ല. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത് തന്നെ.